മീഡിയ ഭാരതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഞാൻ മനസ്സിൽ ഗുരുവായി കരുതിയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം സഹോദരൻ, പുള്ളിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയൊരു അവസരമാണിത്. ഇൻ്റർവ്യൂ ആയിട്ട് ഇത് കണക്കാക്കരുത്, കാരണം എനിക്ക് ഇൻ്റർവ്യൂ ചെയ്തൊന്നും ശീലമില്ല. ഞങ്ങൾ അറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക മാത്രമാണ്. മലയാള സിനിമ ഒരു കാലഘട്ടം മുഴുവൻ അടക്കി വാണിരുന്ന, ഡബ്ബിംഗ് ഫീൽഡ് അടക്കി വാണിരുന്ന ഒരു ഡബ്ബിങ്ങിലെ ഭീഷ്മാചാര്യർ എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. എല്ലാവരുടെയും ഹരിയേശൻ തമ്പി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹരിയേട്ടനാണ് ഇന്ന് മീഡിയ ഭാരതിൽ നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത്. നമസ്കാരം ഹരിയേട്ട. നമസ്കാരം. സത്യത്തിൽ ഹരിയേട്ടൻ ആദ്യം ഡബ്ബിങ്ങിലേക്കാണോ വരുന്നത്, അതോ നമ്മൾ സിനിമയിൽ അഭിനയിക്കുകയാണോ? എങ്ങനെയാണ് ഹരിയേട്ടൻ്റെ ഒരു രംഗപ്രവേശനം? എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ഒരാഗ്രഹമായിരുന്നു ഒരു സിനിമാ നടനാകുക എന്നുള്ളത്. 1953-54 കാലഘട്ടങ്ങളിൽ എന്നെ സുബ്രഹ്മണ്യം മുതലാളി കാണുകയും ആകസ്മികമായി കണ്ടതാണ് എന്നെ ആദ്യമായി സിനിമയിലേക്ക് വിളിക്കുകയും അഭിനയിപ്പിക്കുകയും ചെയ്തു. അവകാശി എന്നായിരുന്നു ആ ചിത്രം. ഏത് വർഷമായിരിക്കും അത്? 1954. പ്രേം നസീർ സാർ എന്ന് ഞങ്ങൾ വിളിക്കുന്ന നസീർ സാറിൻ്റെ ബാല്യകാലമാണ് ഞാൻ അഭിനയിച്ചത് ആദ്യമായി. ശരി. അത് കഴിഞ്ഞ് തുടർന്ന് 55 ബാല്യസഖി, 56 ഹരിചന്ദ്ര, പിന്നെ അവരുണരുന്നു, സീത, ഉണ്ണിയാർച്ച, കൃഷ്ണവിജയല, ശബരിമല ശ്രീയപ്പൻ. നായകനായിട്ട് ചെയ്യുന്ന പടം ഏതായിരുന്നു ആദ്യത്തെ പടം? അയ്യപ്പൻ. അത് സോഷ്യലല്ല, അത് പുരാണ സാധനമായിരുന്നു. സോഷ്യലായിട്ട് ഞാൻ അഭിനയിച്ചത് കടത്തുകാരൻ എന്ന് പറഞ്ഞ് ഒരു ചിത്രത്തിലായിരുന്നു. സത്യം മാസ്റ്ററുടെ അനുജനായിട്ട്, പോലീസ് ഓഫീസറായിട്ട്. ഞങ്ങളുടെ നാട്ടിലായിരുന്നു എൻ്റെ ഷൂട്ടിംഗ്. കോരപ്പുഴ, കോഴിക്കോടായിരുന്നു. അതെ, കോരപ്പുഴയായിരുന്നു ഷൂട്ടിംഗ്. അതെൻ്റെ ജീവിതം. മണിമുഴക്കമൊക്കെ വളരെ കാലത്തിന് ശേഷമാണ് അഭിനയിച്ചതാണ്. അത് കടത്തുകാരൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പോസ്റ്റ്മാൻ, സഹധർമ്മിണി, മൈനത്തിരിമ്പി കൊലക്കേസ്, പാവപ്പെട്ടവൾ, സൂസി, പഞ്ചവൻകാട്, ഇങ്ങനെ കുറേ പടങ്ങൾ ഞാൻ അഭിനയിച്ചതിന് ശേഷമാണ് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ കൂടെ വന്ന എന്നെ സുബ്രഹ്മണ്യം മുതലാളി എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ ഗുരുനാഥൻ എന്നെ നായകനാക്കിക്കൊണ്ട് ഒരു ചിത്രമെടുത്തു. ഉദ്യാനലക്ഷ്മി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയായിരുന്നു. ആ കാലഘട്ടം 1974. ഞാനും റാണി ചന്ദ്രയുമായിരുന്നു നായികയും. റാണി ചന്ദ്ര അവരുടെ പേരിൽ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു നായകനും നായികയും. പാപ്പനംകോട് ലക്ഷ്മണൻ്റെ സ്ക്രിപ്റ്റിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു സോഷ്യലിൽ നായകനായിട്ട് അഭിനയിച്ച പടം. ആക്ച്വലി അത് ഏതാണ്ട് എത്ര പടങ്ങളോളം ഹരിയേട്ടൻ അഭിനയിച്ചിട്ടുണ്ടാകും ഈ ഡബ്ബിങ്ങിലേക്ക് വരുന്നതിന് മുമ്പായിട്ട്? ഡബ്ബിങ്ങിന് വരുന്നത് 1980-ലാണ്. അതെ. അതിന് മുമ്പ് ഞാൻ ഒരുപാട് പടങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങളിൽ ഞാൻ അഭിനയിക്കുകയുണ്ടായി. എനിക്കങ്ങനെ ഒരു നായക വേഷം വേണമെന്നൊന്നും ഞാൻ ആരോടും ആവശ്യപ്പെടുകയൊന്നും ചെയ്തില്ല. എന്ത് കിട്ടിയാലും ഞാൻ അഭിനയിക്കും. ജോലിക്കാരനാണെങ്കിൽ ജോലിക്കാരൻ, കോമഡിയനാണെങ്കിൽ കോമഡിയൻ, എന്ത് വില്ലനാണെങ്കിൽ വില്ലൻ, എന്ത് വേഷവും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. അത്രമാത്രം ചെയ്ത് നല്ല പ്രാവീണ്യമുള്ള ആളാണല്ലോ എല്ലാവരും. എനിക്കെല്ലാം കൊണ്ടും വേറൊരു കാര്യമുള്ളത്, സിനിമയിൽ ഇന്ന വേഷം ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ഒരു ശാഠ്യം പിടിക്കുകയില്ല. അപ്പോൾ അത് എനിക്ക് കിട്ടുന്ന വേഷം നന്നാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹവും. അതെനിക്ക് ഏകദേശം സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക സന്തോഷം. ആദ്യമായിട്ട് ഹരിയേട്ടൻ ഏത് പടമാണ് ഡബ് ചെയ്തത്? നേരിട്ട് ഡബ് ചെയ്യുന്ന, സ്വന്തം ഡബ്ബിംഗ് അല്ല, മറ്റൊരു ആൾക്ക് വേണ്ടിയിട്ട് ശബ്ദം കൊടുത്തത് ഏത് വർഷമാണ്? അത് 1980-ലാണ്. ഏത് പടമാണത്? പടമല്ല, ആദ്യം ഞാൻ ചെയ്തത് ഒരു ഡോക്യുമെൻ്ററിയാണ്. കൂടിയാട്ടം എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററിയാണ് ഡബ് ചെയ്തത്. ആലുവക്കാരൻ രാസീസിൻ്റെ ചെയ്തത്. അതാണ് ആദ്യം ഞാൻ ചെയ്തത്. അതിന് നാഷണൽ അവാർഡ് കിട്ടുകയും ചെയ്തു ഈ കൂടിയാട്ടത്തിൽ. അത് കഴിഞ്ഞപ്പോഴാണ് എന്നെ ഈ ഡബ്ബിങ്ങിലേക്ക് ഇവിടെ അടൂർ ബാസിയുടെ ചേട്ടൻ ചന്ദ്രാജി ചേട്ടൻ എന്നെ ഈ ഡബ്ബിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതനുസരിച്ചാണ് ഞാൻ മദ്രാസിൽ നിൽക്കാനുള്ള കാരണം. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ മദ്രാസ് വിട്ടതാണ്. കാരണം ഈ നായകനായിട്ട് അഭിനയിച്ച പടങ്ങളെല്ലാം
ഉദ്ദേശിച്ച പോലെ പോയില്ല, പരാജയപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാൻ ഒരുപക്ഷെ സിനിമയ്ക്ക് ആപ്റ്റല്ലേ എന്ന് തോന്നിയിട്ട് ഞാൻ നാടക രംഗത്തേക്ക് വരികയുണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് സിനിമാ രംഗത്തേക്ക് വരാനുള്ള അവസരം കിട്ടി. ഞാൻ അപ്പോൾ അങ്ങനെ ഞാൻ കലയെ ഒരിക്കലും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എൻ്റെ ഇത്രയും കാലം. ഇന്നും ഹരിയേട്ടൻ കലയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ജീവിക്കും. അതെ, ഞാൻ ഇപ്പോഴും ഞാൻ കലയുടെ ഒരു ഭാഗമായിട്ട് എനിക്ക് മരിക്കുന്നത് വരെ നിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ നാടകത്തിലെ എക്സ്പീരിയൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഹരിയേട്ടൻ്റെ ഡബ്ബിങ്ങിനും വളരെയധികം ഉണ്ടായിരുന്നു. കാരണം ഞാനുണ്ടായിരുന്ന കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ തിലകൻ, പിന്നെ അതേപോലെ അച്ചൻകുഞ്ഞ്, അബൂ ബേക്കർ, ആലഞ്ചേരി, കെ ജേക്കബ്, ഇങ്ങനെ പല നടന്മാരുടെയും കൂടെ എനിക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ അവരുടെ ആ പ്രസൻറ്റേഷനും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഒരു സ്കൂളിൽ നിന്ന് കിട്ടുന്നത് പോലെയുള്ള ഒരു പഠനം എനിക്ക് ഈ ഡബ്ബിങ്ങിൽ കിട്ടുകയുണ്ടായി. ഈ പറഞ്ഞ 1980 കൂടിയാട്ടം കഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്യുന്നത് PG വാസുദേവൻ ചേട്ടൻ, ഈ ഡബ്ബിങ് പടങ്ങൾ ചെയ്യുന്ന PG വാസുചേട്ടൻ എന്നെ ചട്ടമ്പി കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു പടത്തിൽ ഒരു വില്ലനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഡബ്ബ് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സാധാരണഗതിയിൽ അന്നത്തെ കാലത്ത് ഈ 80s ആരെങ്കിലും ഒരാൾ അഭിനയിക്കാൻ വന്നൊരു വില്ലൻ കഥാപാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഡയറക്ടർ സംവിധായകർ പറയും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് അഭിനയിച്ചോ, മദ്രാസിൽ കനഗാംഭീര്യമുള്ള ഒരു ശബ്ദം ഞങ്ങൾക്ക് അവിടെ ഉണ്ട്, ഹരിയേട്ടനുണ്ട്, ഹരിയേട്ടൻ നിങ്ങളെ രക്ഷപ്പെടുത്തിക്കൊള്ളുന്നു ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ പല നടന്മാരും എൻ്റെ അറിവിൽ ക്യാപ്റ്റൻ രാജു, സ്പടിയൻ ജോർജ്, ഒരുപാട് ഏതൊക്കെ നടന്മാർക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട് ഹരിയേട്ടൻ ഈ വില്ലന്മാർക്ക്? ഈ വില്ലന്മാരെന്ന് പറയുന്നത് ഞാൻ കീരിക്കാടൻ ജോസ്, സ്ഫടികൻ ജോർജ്, കിരീടത്തിൽ അതെ കിരീടം, പിന്നെ സ്ഫടികൻ ജോർജ്, പിന്നെ കീരിക്കാടൻ ജോസ്, ക്യാപ്റ്റൻ രാജു, ജോണി, അങ്ങനെ മലയാളത്തിലെ ബാബു ആൻ്റണി, അങ്ങനെ പലർക്കും ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഇതായിട്ട് ദേവൻ, ദേവൻ ഞാൻ 60 പടത്തോളം ചെയ്തു. അതുപോലെ ശ്രീരാമൻ, വൈശാലിയിലെ ശ്രീരാമനൊക്കെ ഞാനാണ് ചെയ്തത്. നാരായണത്തിൽ ശ്രീരാമൻ, ഇങ്ങനെ പല മുസ്ലിം ക്യാരക്ടറായിരുന്നു. ആ ക്യാരക്ടറൊക്കെ ഞാനാണ് ഡബ് ചെയ്തത്. ഈ ഡബ്ബിങ് പ്രൊഫഷനിൽ വരാനുള്ള കാരണം അതായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഡബ്ബിങ് എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നവിടെ തന്നെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു തരുന്നൊരു ഡയലോഗ് പറയുകയല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേ പൂച്ചയിലായിപ്പോവും. അപ്പോൾ അത് ഈ മനസ്സിനകത്ത് കയറ്റി നമ്മൾ ആ കഥാപാത്രമാണെന്നുള്ള ആ ഒരു 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 എന്താ പറയുന്നു ഒരു ബോധം ഉണ്ടാക്കിക്കൊണ്ട് ഉൾമനസ്സിൽ ആ കഥാപാത്രം എന്തായിരിക്കും പറയുന്നത്, എങ്ങനെ പറയും എന്നെൻ്റെ ഉൾമനസ്സിൽ കണ്ടുകൊണ്ട് ഞാനത് അവതരിപ്പിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു കാലത്തും പല തരത്തിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് സാധിച്ചത്. അതാരും ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട്, വില്ലൻ ചെയ്തിട്ടുണ്ട്, ഹീറോ ചെയ്തിട്ടുണ്ട്, പിന്നെ പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും നന്നായി ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു അപ്രിസിയേഷൻ എനിക്ക് മറ്റുള്ളവരിൽ നിന്നും കിട്ടാറുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ പുരുഷത്വമുള്ള ശബ്ദം എന്ന് പറയുമ്പോൾ ഹരിയേട്ടനെയാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. പലരും അഭിനയത്തിൽ ചിലപ്പോൾ മൈനസായിട്ടുള്ളവർ ശബ്ദത്തിലൂടെ പ്ലസ്സായ ഒരുപാട് നടന്മാരുണ്ട്. പിന്നീട് അവർ സ്വന്തം വോയിസിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും. എന്നാലും തുടക്കം ഹരിയേട്ടൻ്റെ ശബ്ദത്തിൽ തന്നെയാണ് എല്ലാവരും വന്നിട്ടുള്ളത്. അതെ, അത് ഉദാഹരണം സുരേഷ് ഗോപിക്ക് ആദ്യം ഞാനായിരുന്നു, ഷാനവാസ്, രവികുമാർ, പിന്നെ ഇങ്ങനെയുള്ള പല ആൾക്കാർക്കും ഞാൻ തന്നെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഡബ് ചെയ്തിരുന്നത്. പിന്നെയാണ് അവർ മാറി ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ രാജുവിൻ്റെ അവനാഴിയൊക്കെ ഭവനായി ശവമായി എന്നുള്ള ആ ഡയലോഗെല്ലാം എനിക്ക് ഇന്നും എൻ്റെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ തന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഹരിച്ചേട്ടൻ ഈ ഡയലോഗ് എൻ്റെ ഈ സംഭാഷണം ചേട്ടൻ തന്നെ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വരെ ആരോടും നിങ്ങളുടെ വോയിസ് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടില്ല. അവരായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകർ തീരുമാനിക്കും ഇന്ന വോയിസ്, ദേവൻ്റെ വോയിസ് ഹരിചേട്ടനെ കൊണ്ട് ചെയ്യിക്കാം, അല്ലെങ്കിൽ പിന്നെ ശ്രീരാമൻ്റെ വോയിസ് ഹരിയേട്ടനെ കൊണ്ട് ചെയ്യിക്കാം. ഇങ്ങനെ ഞാൻ കഥാനായകൻ്റെ ഒരു പടം ചെയ്യുമ്പോൾ കലാമണ്ഡലം കേശവന് ചെയ്യുകയായിരുന്നു, രാജസേനൻ്റെ പടം. അത് പലരും ചെയ്തിട്ട് അദ്ദേഹം തന്നെ വന്ന് കലാമണ്ഡലം കേശവൻ തന്നെ വന്ന് ചെയ്തിട്ട് ശരിയായി. രാജസേനൻ്റെ പടം കോതണ്ഡപാണിയിലാണ് ചെയ്തത്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ചോദിച്ചു, അത് വള്ളുനാടൻ ശൈലിയാണ് ചെയ്യേണ്ടത്,
ഹരിയേട്ടൻ്റെ വോയിസ് കുറച്ച് ബേസാണ്, ഇപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, രാവിലെ 7 മണിക്ക് ഡബിങ് വയ്ക്കുക. അപ്പോൾ നമ്മുടെ വോയിസ് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും, ക്ലാരിറ്റി ഉണ്ടാകും. ബേസ് ഇല്ല, ബേസ് കുറച്ചിട്ട് ഞാൻ ചെയ്തു. അതിന് ഉദാഹരണം ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ചെറിയ ബേസിലാണ്, അത് നമുക്ക് വേറെ മാറ്റാം. സാരില്ല, കുട്ടി എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ മൂക്കിലേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് മാറ്റുകയാണ്. പിച്ച് കൂട്ടി പറഞ്ഞാൽ കറക്റ്റായിരിക്കും. അങ്ങനെയാണ് ഞാൻ ആ കഥാനായകൻ ചെയ്തത്. അത് വളരെയധികം മറ്റൊരു കഥാപാത്രമില്ലേ പലപ്പോഴും ഇങ്ങനെ ചെയ്യാറില്ലേ? ഉണ്ട്. അത് ഞാൻ MS റിപ്പോർട്ടിറക്കിയ എന്താ ആദ്യത്തെ കൺമണി, അതിനകത്ത് ഞാൻ സത്താറിന് ചെയ്തിട്ടുണ്ട്. അതേസമയം MS റിപ്പോർട്ടിറക്കി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം, ഊണ് കഴിഞ്ഞ് 1 മണിക്ക് ഞാനവിടെ എത്തും, എന്താ പോലെ ഈ ധാരം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തോ എനിക്കറിയില്ല, ഞാൻ മിമിക്രി ആർട്ടിസ്റ്റൊന്നും അല്ല, പക്ഷെ ഒരു ഒബ്സർവേഷൻ എനിക്കുണ്ട്. പലരും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത് എൻ്റെ മനസ്സിനകത്ത് അത് സൂക്ഷിച്ച് വയ്ക്കും, എവിടെയെങ്കിലും വരും. അതിന് ഉദാഹരണം, ഞാൻ കാർട്ടൂൺ ചെയ്തിട്ടുണ്ട്. പോപ്പായി കീരയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് പോപ്പായി ചെയ്തിട്ടുണ്ട്. ലയൺ കിങ്ങിൽ ലയണിന് ചെയ്തിട്ടുണ്ട്, സിംഹത്തിന്. അതേപോലെ ഇങ്ങനെ ഈ കാർട്ടൂൺ, അതേപോലെ ഞാൻ ജാക്കി ചാൻ ചെയ്തു, അങ്കിളിന് ചെയ്തു. ജാക്കി ഈ സൂക്ഷിക്കണം, ഓടിപ്പോകരുത്, അത് അപകടമാണ് എന്ന് വിളിച്ച് പറയുന്ന അയക്കും ചെയ്തു, ഭീമനും ചെയ്തു. പലർക്കും ഞാൻ വ്യത്യസ്തമായി ഒരു ഫ്രെയിമിൽ തന്നെ 3-4 കഥാപാത്രങ്ങൾക്ക് എനിക്ക് പറയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ദൈവം അത് എനിക്ക് അനുഗ്രഹിച്ചു തന്ന ഒരു ശബ്ദമായിരുന്നു. ഇപ്പോഴും അത് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ കൂടുതലായതുകൊണ്ട് 82 വയസ്സായി. ഇനി പഴയ പോലെയുള്ള ഒരു ഓർമ്മശക്തിക്കും മറ്റുള്ള കാര്യത്തിനുമില്ല. പക്ഷേ എനിക്ക് പഴയതിലുള്ള ഒരു ആരോഗ്യം എന്ന് അനുവദിക്കുന്നില്ല. ഇപ്പം തിരുവനന്തപുരം വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോയി ഡബ്ബിങ് കുറവായിരിക്കും. ഈ ഡബ്ബിങ് ഇല്ല, ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡബ്ബിങ് ഒഴിവാക്കി. കാരണം സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ളൊരു പ്രിൻസിപ്പിൾ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം എല്ലാവർക്കും ചെയ്തു. ഇനി പുതിയ ആൾക്കാർ വരട്ടെ, അവർ ചെയ്യട്ടെ, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് ഡബ്ബ് ചെയ്യേണ്ടത്, എങ്ങനെ ഏത് വിധത്തിൽ ഡബ്ബ് ചെയ്താൽ അത് എന്താവും. ഡബ്ബിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ തിയറി തന്നെ ഒരു സംഭവമുണ്ട്, ഇല്ലാത്തത് ഉണ്ടാക്കുന്നതാണ് ഡബ്ബിങ്. നമ്മൾ കാണുമ്പോൾ പല അപാകതകളും തോന്നുമെങ്കിലും ആ അപാകതകളെയെല്ലാം നികത്തിക്കൊണ്ട് ആ കഥാപാത്രത്തിന് വേണ്ട വിധത്തിലുള്ള മൂഴലും പിന്നെ ശബ്ദവും കൊടുത്ത് മോഡുലേഷനും കൊടുത്ത് കൊണ്ടുവരുന്നതാണ് ഡബ്ബിങ്ങിൻ്റെ ബേസിക് തിയറി. പിന്നെ വേറൊരു തിയറി ആർക്കും അറിഞ്ഞിടാത്തൊരു സംഭവമുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഒരു താളമാണ്, ഇപ്പോൾ മമ്മൂക്ക സംസാരിക്കുന്ന ഒരു താളമാണ്, മോഹൻലാൽ സംസാരിക്കുന്നത് വേറൊരു താളമാണ്, സുരേഷ് ഗോപി സംസാരിക്കുന്നത് വേറൊരു താളമാണ്, നസീർ സാർ സംസാരിക്കുന്ന ഒരു താളമാണ്. അപ്പോൾ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആ താളത്തിലേക്ക് പോകണം. നമ്മുടെ താളം അവരിലേക്ക് കൊണ്ടുവരരുത്, അവരുടെ താളത്തിലേക്ക് നമ്മൾ പോകണം. എങ്കിലേ ഡബ്ബിങ് ശരിയായിട്ട്, അല്ലെങ്കിൽ മുഴച്ചിരിക്കും. എവിടെയൊക്കെ അതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ തിയറി ഡബ്ബിങ്ങിൻ്റെ. അത് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ, ഞാൻ ഹരിയേട്ടൻ ഡബ്ബ് ചെയ്യുന്ന പലതും നോക്കി നിന്ന് മനസ്സിലാക്കിയിട്ടും ഹരിയേട്ടനെ അനുകരിച്ചാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഫീൽഡിൽ വന്നത്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് മറ്റൊരു കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്യുന്നത് നമ്മുടെ 1921 അന്ന് ഓർമ്മയുണ്ടോയെന്ന് എന്നോട് വന്ന് ചോദിച്ചു, ഹലോ മെമ്പർഷിപ്പ് ഇല്ലാത്തതല്ലേ, ഇവിടെ ഒരു യൂണിയനൊക്കെ ഉണ്ട്, അപ്പം യൂണിയനിലെ ആൾക്കാരാണ് ഡബ്ബ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ഹരിയേട്ടൻ, അങ്ങനെ യൂണിയനുള്ളത് എനിക്കറിയില്ല, ഉണ്ട് ഇവിടെ സ്ട്രോങ് യൂണിയനാണ് ഞങ്ങൾ, കുഴപ്പമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അന്ന് ഞാനെടുത്ത ഒരു മെമ്പർഷിപ്പ് 110 രൂപ കൊടുത്തിട്ട്, ഞാൻ ആനന്ദവല്ലി അന്ന് കമ്മിറ്റി മെമ്പറായിരുന്നു, അന്ന് എടുത്തൊരു മെമ്പർഷിപ്പ് ഇന്നും എൻ്റെ ഉപജീവന മാർഗമാണ്. അപ്പോൾ അതിനൊരു കാരണം ഹരിയേട്ടൻ തന്നെയാണ്. ഒരുപാട് പടങ്ങൾ ഹരിയേട്ടൻ അവിടെ പോയി ഡബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഒരു കഥാപാത്രം കാണുകയാണെങ്കിൽ ഹരിയേട്ടൻ പറയാം, ഇത് ഇന്ന ആൾ ചെയ്താൽ കറക്റ്റാകും, ഇതിന്നെ സജിത്തിനെ വിളിച്ചോളൂ, അത് ഇന്നയാളെ വിളിച്ചോളൂ. അങ്ങനെ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്ത് ജീവിച്ചൊരു മനുഷ്യൻ. അത് മാത്രമല്ല, എടുത്തു പറയേണ്ട കാര്യം, എൻ്റെ ഭാര്യ ഇങ്ങോട്ട് ഞാൻ ഹരിയേട്ടൻ ഇൻ്റർവ്യൂവിനെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ കൂടി പറഞ്ഞു, ഒരുപാട് പ്രാവശ്യം ഭക്ഷണം കൊടുത്തിട്ടുള്ള മനുഷ്യനാണ്. ഇപ്പം മദ്രാസിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇപ്പം നമുക്കൊരു നല്ല ഹോംലി ഫുഡ് കിട്ടാൻ വേണ്ടി നമ്മൾ കൊതിക്കും. നമുക്ക് കാരണം നമ്മൾ കടൽ ഈ തമിഴ് ഹോട്ടലുകളിലൊക്കെ കയറി കഴിക്കല്ലേ, അപ്പോൾ അന്നേരം ഒരു നല്ലൊരു ഭക്ഷണം എവിടെയാണ് കിട്ടുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ ഒരുപാട് പ്രാവശ്യം MO ദേവസിയുടെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ വൈഫ് വത്സമ്മ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. ഹരിയേട്ടൻ തന്നെയാണ് ഒരുപാട് പടങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതൊക്കെ.
അപ്പം ചേച്ചി വൈഫ് ഹരിയേട്ടൻ്റെ വൈഫ് നല്ല ഭക്ഷണം ഉണ്ടാക്കി വസമയെ വിളിക്കും, വസമ ഇന്ന് വാ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ എന്നും പറയും ഇല്ലേ? തീർച്ചയായിട്ടും. ഇത് ഞാൻ ആദ്യമായിട്ട് ഈ ഡബ്ബിങ് യൂണിയൻ ഉണ്ടാക്കുന്നത് ഞാനാണ്. അതെ അതെ. 1985 സ്വരസംഗമയാണ്. സ്വരസംഗമല്ല, മലയാളം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ അതെ. എന്നൊരു അസോസിയേഷൻ ഞാൻ ഉണ്ടാക്കി. അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. നസീർ സാർ ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് വിരലുണ്ടാവുന്ന ഒരു 10-15 പേരെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടുണ്ടായിരുന്നുള്ളൂ. ഉദാഹരണം കോട്ടയം ശാന്ത, ബാലാതങ്കം, ജയശ്രീ, ലിസി, പിന്നെ അങ്ങനെ ജോളിയൊക്കെ കൊച്ചുകുട്ടികളാണ്. ശ്രീജ എല്ലാം കൊച്ചുകുട്ടികളാണ്. ഇതൊക്കെ ബേബി ആർട്ടിസ്റ്റ്, രമണി, ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. അന്ന് നമ്മൾ ആണുങ്ങളായിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ, ചന്ദ്രമോഹൻ, പിന്നെ ഹരിപ്പാട് സോമൻ, ശാന്തൻ, നമ്മുടെ വിശ്വനാഥൻ, നൽകിയ കുറച്ചുപുഴ രവി, ഇങ്ങനെ ഞങ്ങൾ കുറേ പേര് ആണുങ്ങൾ, ഒരു 10 ആണുങ്ങളും ഒരു 5-6 പെണ്ണുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ യൂണിയൻ വന്നിട്ട് ഞാൻ അവിടെ ലേബർ കമ്മീഷനിൽ പോയി അന്വേഷിച്ചപ്പോൾ ഈ 10-15 പേരെ വെച്ചിട്ട് യൂണിയൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ തമിഴ് അവരുടെ ഇതുമായിട്ട് സിക്കാടുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുക എന്ന് തീരുമാനിച്ചു. അങ്ങനെ രാധാദേവി എന്നോട് വിളിക്കുകയും ഞാനിതിനെ തമിഴിൻ്റെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അസോസിയേഷൻ ഉണ്ടാക്കിയത് ഞാനാണ്, മലയാളം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ. കാരണം നമ്മുടേതായിട്ടുള്ള കാരണങ്ങൾ, പല ആവശ്യങ്ങളും, പല കാര്യങ്ങൾക്ക് പണം കിട്ടാതെ വന്നാൽ പണം വാങ്ങിച്ചു കൊടുക്കാനും, പിന്നെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ സംരക്ഷണം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാനാണ് അതിനുവേണ്ടി. ഇന്നും ആ സംഘടന ശക്തമായി നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ്. അവരെല്ലാവിധ ആനുകൂല്യങ്ങളും, കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും, മറ്റുള്ള ഭാഷ എന്നുള്ള ചിന്തയൊന്നുമില്ല. സ്വന്തം മെമ്പേഴ്സിനെ പോലെ തന്നെ എല്ലാവരെയും കാണുന്ന ഒരു സംഘടനയായിട്ട് തന്നെ അത് വളരെ സ്ട്രോങ് ആയിട്ട് അത് മറ്റേ എല്ലാവരുമായിട്ടും സൗത്ത് ഇന്ത്യയിൽ അതിൻ്റെ കാർഡുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയി ഡബ് ചെയ്യാം. അങ്ങനെ ഒരു വാല്യൂ അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാ വർഷവും എൻ്റെ മീറ്റിംഗ് കൂടുന്നുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, കഴിയുന്നു, ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ പോകാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു യൂണിയൻ, നമ്മുടെ ഏത് ആവശ്യവും നടത്തിത്തരുന്നൊരു യൂണിയൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് മലയാളത്തിൽ പോലും വലുതായിട്ടില്ല. ഇവിടെ ഉള്ളൊരു യൂണിയനൊക്കെ ഉണ്ടെങ്കിലും പിന്നെ പലരും ഈ ഡബ്ബിങ്ങിലേക്ക് വരുന്നത്, എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, ഞാനിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ പോസ്റ്റർ പ്രൊഡക്ഷനിൽ ഇരിക്കുകയാണ്. പലരും വരുന്നത് വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടാണ് ഈ ഡബ്ബിങ്ങിനെ കാണുന്നത്. ഡബ്ബിങ് നേരം പോക്ക് ഒരു പാഷനാണ്. അവരുടെ എന്തെങ്കിലും ഒരു തമാശയ്ക്ക് വേണ്ടി വരുന്നു, കാശൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ്, കാശ് വേണോ വേണ്ട എന്നുള്ള അവർ തീരുമാനിക്കട്ടെ. പക്ഷെ അത് ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത കുറവ്, അല്ലെങ്കിൽ അതിനകത്തൊരു എന്താ പറയുന്നത്, അതിനകത്തൊരു ഡെഡിക്കേഷൻ ഇതിനകത്ത് വേണം. അത് ഏത് രംഗത്തായിരുന്നാലും വേണം. അഭിനയ രംഗത്തായിരുന്നാലും, ഡബ്ബിങ് രംഗത്തായിരുന്നാലും, എന്ത് പ്രൊഫഷനിലും, ക്യാമറ ആയിരുന്നാലും, വേറെ ഏത് പ്രൊഫഷനിലും ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉയർന്നു വരാൻ സാധിക്കൂ. പക്ഷേ ഹരിയേട്ടാ, നമ്മുടെ ഈ ഡബ്ബിങ്ങിൽ വേറെ ഒരു സോഴ്സും ഒരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും നടക്കാത്തൊരു മേഖലയല്ലേ? നമുക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ ഉയർന്നു വരാൻ സാധിക്കൂ. കഴിവുണ്ടെങ്കിൽ മാത്രമേ ഉയർന്നു, അല്ലാതെ ഒരു തരത്തിൽ നിന്ന് ഉയർന്നു വരാൻ സാധിക്കും. 1-2 പടം ചിലപ്പം ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. അഭിനയിക്കുന്നത് പോലും എന്തെങ്കിലും അഭിനയിച്ച് കാണിക്കാം. പക്ഷെ ഡബ്ബിംഗ് എന്ന് പറയുന്നത് കഴിവുണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ സാധിക്കൂ. അത് പലർക്കും അറിയാത്തൊരു സത്യമാണ്. പലരും ഞാൻ വന്ന് ഇപ്പോൾ ഞാനൊരു 2 കൊല്ലം അതിനായിട്ട് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുകയാണ്. ഈ 2 കൊല്ലത്തിൽ ഞാനൊരു 10-200 ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ കാണുകയുണ്ടായി. പക്ഷേ ഇവരാരും മോശമെന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ ശബ്ദത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയാത്തവരാണ് അവർ, അല്ലെങ്കിൽ അതിനുവേണ്ടി പഠിക്കാൻ ശ്രമിക്കാത്തവരാണ് അവർ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നാടകങ്ങൾ പോയി കാണുക, മനസ്സിലായി, നാടകങ്ങളും മറ്റുള്ള കാര്യങ്ങളും പോയി കാണിക്കുക, പേപ്പർ വായിക്കുക, പേപ്പർ വായിക്കുക, ശബ്ദത്തിൽ വായിക്കുക, എങ്കിലും നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ശരിയാവുള്ളൂ. പ്രവർത്തിക്കുക എന്ന് പറയാൻ അറിയാം, പ്രവർത്തിക്കുക എന്നേ പറയുള്ളൂ, പ്രവർത്തിക്കുക, ഇറൊന്നും കേൾക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അക്ഷരശുദ്ധിയും മറ്റുള്ള കാര്യങ്ങളും മസ്റ്റാണ് ഈ ഡബ്ബിങ്ങിന്. അത് പലർക്കും അറിയാത്തൊരു സത്യമാണ്. എനിക്കൊക്കെ കിട്ടിയ എൻ്റെ കുടുംബപരമായ കാര്യങ്ങൾ മാത്രമല്ല, കുഞ്ഞുനാൾ മുതൽ നാടകങ്ങൾ കിട്ടിയ അനുഭവമൊക്കെ ആയിരുന്നു എൻ്റെ ഈ സിനിമാ ലോകത്ത് എനിക്ക് ഡബ്ബിങ്ങിന് ഇത്രയും ചെയ്യാൻ സാധിച്ചത്. ഒരിക്കലും ഞാൻ പണത്തിന് വേണ്ടിയല്ല ഈ രംഗത്തേക്ക് വന്നത്, ഡബ്ബിങ്ങിന് വന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ലക്ഷക്കണക്കിന് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അത് ശരിയാണ് ഹരിയേട്ടൻ. ഹരിയേട്ടൻ ശരിക്കും പറഞ്ഞാൽ
ആദ്യത്തെ കാറിലെ ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹരിയേട്ടനായിരുന്നു അല്ലേ? അതെ. അംബാസഡർ, നീല അംബാസഡർ, എനിക്ക് ഓർമ്മയുണ്ട്. ഹരിയേട്ടനാണ് അപ്പം ഡബിങ് ഒരു ആർട്ടിസ്റ്റ്. ഡബിങ് ആർട്ടിസ്റ്റിന് കാറ് വാങ്ങാൻ സാധിക്കും, ഒരു വീട് വയ്ക്കാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുത്തത് ഞാൻ. അതെ അതെ ശരിയാണ്. കാരണം ഞാൻ ഒരിക്കലും ആരോടും വന്നിട്ട് ഒരു തർക്കമോ ആരോടും പിണങ്ങി പിരിഞ്ഞിട്ടില്ല. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. പിന്നെ ഏതൊരു കൊച്ചുകുട്ടി പറഞ്ഞാലും ഞാനത് മനസ്സിലാക്കി ചെയ്യാൻ തയ്യാറാണ്. ഇതിലും ഞാൻ ഇപ്പോഴും ഒരു ബാലനാണെന്നേ പറയുള്ളൂ. ഇതിൻ്റെ ഒരു ബാലപാഠം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ളത്. ഞാൻ എല്ലാം അറിയാവുന്ന ഒരാളെന്നൊരു ഭാവം എനിക്ക് ഇപ്പോഴും ഇല്ല. ആരെങ്കിലും ഒരു അറിഞ്ഞിടാത്ത ഒരാൾ ഇന്നതുപോലെ പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ അത് ഞാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും, അത് അംഗീകരിക്കും. തീർച്ചയായിട്ടും അതിന് എനിക്ക് ഒരു തരത്തിലും ഒരു കോംപ്ലക്സ് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ അഭിനയത്തിൽ നിന്നാണ് ശരിക്കും ഡബിങ്ങിലേക്ക് വന്നത്. ഞാൻ യാദൃശ്ചികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു സിനിമ വന്നത്. ആ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഹരിയേട്ടൻ ഒരുപാട് പേർക്ക് ഇതുപോലെ എങ്ങനെ ഡബ് ചെയ്യണമെന്ന് പറഞ്ഞ് മോഡുലേഷൻ പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ മോഡുലേഷനൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരുപാട് പേര് ഹരിയേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഫീൽഡിൽ നിൽക്കുന്ന പല ആൾക്കാർ ഡബിങ് ആർട്ടിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷൻ ഒരു പക്ഷേ ഹരിയേട്ടന് കേട്ടിട്ടുണ്ടാവാം, പക്ഷെ അനുഭവിച്ച് വന്ന ആളാണ് ഞാൻ. ഹരിയേട്ടൻ നമ്മളറിയാലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് അല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ, ആ അനുഭവങ്ങൾ അതെങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ ഇന്നത്തുമായിട്ടുള്ള പടങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം കാണുന്നത്? വ്യത്യാസം പറഞ്ഞുതരാം. ഞാൻ ആദ്യം ക്യാമറയെ ഫേസ് ചെയ്യുമ്പോൾ ആ ക്യാമറയുടെ പേര് ഡബ്രി ക്യാമറ എന്നായിരുന്നു. അതെന്താണെന്ന് എൻ്റെ ഒരു ജനറേഷൻ അറിയില്ല. 5 ലക്ഷം അതൊക്കെ പിന്നെയാണ് വന്നത്. ഡബ്രി ക്യാമറ എന്ന് പറയുന്നത് ഒരു പെട്ടി പോലെ ഇരിക്കും, ബോക്സാണ്. ആ ബോക്സ് 4-5 പേര് ചേർന്ന് വേണം പൊക്കിക്കൊണ്ടുവരാൻ. അത് സ്റ്റാൻഡ് ചെയ്ത് അത് മൂവ് ചെയ്യാനൊക്കെ പറ്റില്ല. ഒരു സ്ഥലത്ത് സ്റ്റാൻഡ് ചെയ്ത് അത് ഒരു ഇത് വെച്ച് ഫ്രെയിം വെച്ച് അതിൻ്റെ മുകളിലാണ് ക്യാമറ വയ്ക്കുന്നത്. ഒരു കെട്ടിടം കിട്ടുന്ന പോലെ അതിനകത്തുള്ള സൗണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ സൗണ്ട് നെഗറ്റീവും പിന്നെ ഫിലിം നെഗറ്റീവും സൗണ്ടും പിന്നെ ഇതാണ് ഇൻ്റർലോക്കാണ്. ക്ലാപ്പ് അടിച്ച് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടും ഒരു സൈമൾട്ടേനിയസായിട്ട് ക്യാമറയും സ്റ്റാർട്ടാവും, സൗണ്ട് സ്റ്റാർട്ടാവും. ഇതാണ് നമ്മൾ രണ്ടും കൂടെ സിങ്ക് ചെയ്തിട്ടാണ് എഡിറ്റർ സിങ്ക് ചെയ്ത് കറക്റ്റ് ക്ലാപ്പിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്ത് സൗണ്ടിലേക്ക് വരുന്നത്. അങ്ങനെ അത് ആർക്കും പ്രോംപ്റ്റ് ചെയ്യാനൊക്കെ ഇല്ല, കാണാതെ പഠിച്ചേ പറയാൻ പറ്റുള്ളൂ. അത് അന്നത്തെ സിനിമ രംഗത്ത് വരുന്നവർക്ക് എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിലും സിനിമയിലേക്ക് പ്രവേശനമുണ്ട്. ഈ ക്ലാപ്പ് തന്നെ പലരുടെയും ഡയലോഗ് തെറ്റിക്കും, അടിക്കുന്ന പോകും. അങ്ങനെ ഒരുപാട് പേര് സിനിമയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ക്യാമറയുടെ മുമ്പ് കണ്ടാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞുകൊണ്ട് മിച്ചൽ ക്യാമറ വന്നു. മിച്ചൽ ക്യാമറ ഞാൻ ഹരിചന്ദ്രയൊക്കെ അഭിനയിക്കുമ്പോൾ മിച്ചൽ ക്യാമറയാണ്. മിച്ചൽ ക്യാമറയ്ക്ക് വലിയൊരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് ഫൈൻഡറിൽ കൂടി കാണുന്നതല്ല ഇതിൽ ഷൂട്ടാവുന്നു. അത് കഴിഞ്ഞ ശേഷം ക്യാമറ ഷിഫ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് ക്യാമറമാൻ പറയും അവിടെ തന്നെ നിൽക്കണം, മാറരുത് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സൈഡായി പോയി അല്ലെങ്കിൽ ഈ ഔട്ടായിട്ടുണ്ടെങ്കിൽ ടേക്ക് 2 ആണ്. അപ്പോൾ നല്ല ജഡ്ജിമെൻ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ മിച്ചൽ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. അത് ഈ ഡബിൾ റോളൊക്കെ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറ അത് തന്നെയാണ്. അതായിരുന്നു നമ്മൾ ഹരിചന്ദ്ര ഞാൻ അത് കഴിഞ്ഞപ്പോൾ അഭിനയിച്ചത്. അത് കഴിഞ്ഞാണ് ഹരിഫ്ലെക്സ് ക്യാമറയിലേക്ക് വന്നത്. ഭയങ്കര ഈസിയായി. അതെ, അത് ആക്ച്വലി ഹരിഫ്ലെക്സ് ക്യാമറ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കാട്ടിലൊക്കെ പോയിട്ട് മൃഗങ്ങളെ ഷൂട്ട് ചെയ്യുന്ന സംഭവമാണ്. കാരണം ദൂരെ നിൽക്കുന്ന ഒരു ബിംബത്തിനെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരിക്കലും നമ്മൾ അതിന് അങ്ങോട്ട് പോകില്ല, ട്രാക്ക് ഇട്ട് നമ്മൾ ക്യാമറ എന്ന് പറയുന്നത് ആക്ച്വലി ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ തിയറി എന്താ, ഒരു ആർട്ടിസ്റ്റ് നിൽക്കുകയാണെങ്കിൽ ക്യാമറ ചലിക്കുക, ആർട്ടിസ്റ്റ് ചലിക്കുകയാണെങ്കിൽ ക്യാമറ സ്റ്റാൻഡ് ചെയ്യുക, സ്റ്റഡി ആവുക. ഇതാണ് ഫണ്ടമെൻ്റൽ തിയറി. അപ്പോൾ ഈ ക്യാമറ ഈ ഹരിഫ്ലെക്സ് ക്യാമറ വന്നപ്പോൾ ദൂരെ നിൽക്കുന്ന നസീർ സാർ അടുത്തേക്ക് വരും, ജനത്തിൻ്റെ അടുത്തേക്ക് വരും. ഒരിക്കലും അങ്ങനെ വരില്ല. അത് ആക്ച്വലി വരുന്ന മൃഗങ്ങളുടെ ഇതിന് വേണ്ടി ദൂരെയുള്ള മൃഗങ്ങളെ അടുത്ത് കാണാൻ വേണ്ടിയുള്ള ഇതായിരുന്നു. അത് നമ്മൾ അംഗീകരിച്ചു, നമ്മളത് സിനിമയായിട്ട് കണ്ടു, ജനം അത് കൈയടിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ക്യാമറ ടുവേഴ്സ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകണം, അതാണ് കറക്റ്റ് തിയറി. പക്ഷെ അതിപ്പോൾ അത് ആരും സ്വീകരിക്കാറില്ല. ഇപ്പോൾ എല്ലാം വന്ന് പിന്നെ മൂവ്മെൻറ്റിനെ കട്ട് ചെയ്യുന്നു. ഒരിക്കലും പണ്ടത്തെ തിയറി അനുസരിച്ച് മൂവ്മെൻറ്റ് ഒരിക്കലും കട്ട് ചെയ്യില്ല, സ്റ്റഡി ആയതിനു ശേഷം മാത്രമേ കട്ടാവുള്ളൂ. ഇപ്പോൾ മൂവ്മെൻറ്റ് കട്ട് ചെയ്യുന്നു. അപ്പോൾ ജമ്പ് വരുന്നുണ്ട്. ആ ജമ്പ് ഇപ്പോൾ വളരെ സ്വാഭാവികമായി ഇപ്പോൾ കാണുന്ന ചിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂറ്റി അന്ന് വളരെയധികം നിർബന്ധമായിരുന്നു. കണ്ടിന്യൂറ്റി, നമ്മളിടുന്ന ഡ്രസ്സ്, നമ്മളിടുന്ന കൈയുടെ മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ കണ്ടിന്യൂറ്റി വളരെയധികം നിർബന്ധമായിരുന്നു. ഇപ്പോൾ കണ്ടിന്യൂറ്റി ഒന്നും ഞാൻ കാണാറില്ല. ഞാൻ നടന്നൊരു സിനിമ കണ്ടപ്പോഴത്തേക്കും അതിനകത്ത് കണ്ടിന്യൂറ്റി കണ്ടു. ഒരാൾ പോകുന്ന ആൾ വീണ്ടും പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയായി സിനിമ. ആർക്കും ഒരാൾക്ക് അവാർഡ് കിട്ടിയ ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പോൾ ആ പേര് ഞാൻ പറയില്ല. ആ പടത്തിന് ഏറ്റവും നല്ല ഡയറക്ടറുടെ സമ്മാനം കിട്ടി. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷസാ കൊണ്ടുവന്നു. ശരി, മദ്രാസ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ റഫ് എഡിറ്റിംഗ്. RK ലാബിൽ നിന്ന് റഫായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ തിരിയുന്നത് 3 പ്രാവശ്യം തിരിയും. അപ്പോൾ ഇവിടുത്തെ ജഡ്ജസ് ഇത് നോക്കിയപ്പോൾ 3 പ്രാവശ്യം ഇതെന്തോ ഒരു വലിയ സംഭവമാണ്. ഇതിന് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇയാളാണ് ബെസ്റ്റ് ഡയറക്ടർ എന്ന്. അതെ, 3 പ്രാവശ്യം തിരിയുക, 3 പ്രാവശ്യം അടിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലുള്ള സിനിമ ടേക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏറ്റവും നല്ല സംവിധായകൻ്റെ സമ്മാനം കൊടുത്ത ചരിത്രം കേരളത്തിലുണ്ട്. എനിക്കറിയാം. പടം പിന്നെ അത് വെളിയിൽ കണ്ടുമില്ല. അല്ല, അരിയേട്ടൻ ശരിക്കും എന്താ ഒരു പടം ഡയറക്റ്റ് ചെയ്തത്? അല്ലെ, അതിന് ഉള്ള അവസരങ്ങൾ എനിക്ക് കിട്ടി. പക്ഷേ എന്തോ അതൊരു ഭാഗ്യം വേണം. ഭാഗ്യവും മറ്റുള്ള കാര്യങ്ങളും ഒത്തുവന്നെങ്കിൽ മാത്രമേ ഇത്. അത് മാത്രമല്ല, അത് ശരിക്കും പറഞ്ഞാൽ സിനിമാ ഫീൽഡിൽ എനിക്ക് തോന്നുന്നത് ഒരു മേഖലയിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും നല്ലത്. അതെ, അത് കറക്റ്റ്, അത് ശരിയാണ് ആ പറഞ്ഞത്. ഈ സിനിമയിൽ എപ്പോഴും പറയാറുണ്ട് നമ്മൾ 2 തോണി കാല് വെക്കരുത്. ഒന്നുകിൽ ഡബ്ബിങ് അല്ലെങ്കിൽ അഭിനയം. ഞാൻ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡബ്ബിങ്ങിലേക്ക് മാറുന്നത്. ഞാൻ അഭിനയിച്ചപ്പോഴത്തേക്കും ഇനിയിപ്പോൾ 2ലും കൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്നും ഇല്ലാണ്ട അവസ്ഥയായി പോകും. എന്താണ് അരിയേട്ടൻ എന്ന് പറയാനുള്ളത്? അല്ല, അപ്പോൾ ഞാൻ ഈ ഡബ്ബിങ്ങിന് വന്നിരുന്നപ്പോഴും എന്തെങ്കിലും ചെറിയ വേഷങ്ങൾ കിട്ടിയാൽ ഞാൻ അഭിനയിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വേഷങ്ങളല്ല, ത്രൂ ഔട്ടുള്ള വേഷങ്ങളല്ല, എന്തെങ്കിലും ഒരു ജഡ്ജിയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പോലീസ് ഓഫീസറായിട്ടോ ഞാൻ അഭിനയിക്കുമായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിനയത്തിനുള്ള ആ ഒരു ഞാൻ വന്നത് ആ രംഗത്ത് കൂടെയാണല്ലോ, ഡബ്ബിങ്ങിൽ കൂടെ അല്ല. അപ്പോഴും എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പറയും ചെറിയ വേഷം തന്നാൽ മതി എന്നേ ഞാൻ പറയും. പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ ഡബ്ബിങ് പ്രൊഫഷനിൽ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ വേഷങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ജഡ്ജിയായിട്ടും പോലീസ് ഓഫീസറായിട്ടും അഡ്വക്കേറ്റായിട്ടും ഡോക്ടറായിട്ടും ഒക്കെ ഞാൻ ധാരാളം പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ വേഷങ്ങൾ അതെൻ്റെ മനസ്സിൽ വലിയ തൃപ്തി ഉണ്ടാക്കിയിരുന്നു. പലരും അത് കണ്ടിട്ട് അപ്രിസിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡബ്ബിങ്ങിൻ്റെ കുലപതി അല്ലെങ്കിൽ ഡബ്ബിങ് ഭീഷ്മാചാര്യർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ് ഹരിയേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് ഇൻഡസ്ട്രിയിൽ എനിക്കറിയാം. ഹരിയേട്ടൻ ഇന്നത്തെ പുതിയ തലമുറ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളോട് ഹരിയേട്ടൻ എന്താ പറയാനുള്ളത്? ഈ ഡബ്ബിങ് പ്രൊഫഷൻ ഒരു തമാശയല്ല. ഇതിനെ വളരെ ഗൗരവപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു രംഗമാണ്. അപ്പോൾ ഇതിനെ നിസ്സാരമായി കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഈ രംഗത്തേക്ക് വരരുത്. ധാരാളം വേറെ രംഗങ്ങളുണ്ട്. ഇത് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതെന്താണ് പറയുന്നത്, ആ സീൻ ഫുള്ളായിട്ട് വായിച്ച് നോക്കണം. നമ്മുടെ കഥാപാത്രം എന്താണ് അതിനകത്ത് ഭാഗമാക്കാവുന്നത് എന്നൊക്കെ മനസ്സിലാക്കാതെ വന്നു നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുക എന്നുള്ള നിലയിൽ ഇവിടെ ഇന്ന് ഒരു ദിവസം 5 എണ്ണം ചെയ്യാനുള്ള ഒരു പ്രവണത, 5 സീരിയൽ ചെയ്യുക, 5 സിനിമ ചെയ്യുക. അങ്ങനെ 5 എണ്ണം ചെയ്തിട്ട് കാര്യമില്ല. ഒരെണ്ണം ചെയ്താലും അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പഠിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ലോങ് സ്റ്റാൻഡിങ് നിലനിൽപ്പുള്ളൂ. അല്ലാത്തവർ വന്നും പോയും ഇരിക്കും, കുറേ കാലം നിൽക്കും. അത് കഴിയുമ്പോൾ മറ്റുള്ളവർ പറയാൻ തുടങ്ങും, നിങ്ങൾ കൊള്ളില്ല, നിങ്ങളെ കൊണ്ടിട്ടതേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു രീതി ഞാൻ കേട്ടിട്ടുണ്ട്. പലർക്കും പല കാര്യങ്ങളും നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം അയാളെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഞാൻ പോലും ചില കഥാപാത്രങ്ങൾ കയ്യിൽ കിട്ടിയാൽ ഓപ്പണായിട്ട് പറയും ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ആൾക്കാർ വേറെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയാറുണ്ട്. പല ക്യാരക്ടേഴ്സും വരുമ്പോൾ എന്തുകൊണ്ട് ഹരിച്ചേട്ടൻ അത് ചെയ്തുകൂടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാനത് ചെയ്താൽ ശരിയാവില്ല, അതിനേക്കാൾ ഇന്നയാൾ ചെയ്താൽ നന്നാവും. ആ മാറിക്കൊടുക്കേണ്ട പ്രവണത എനിക്കിപ്പോഴും ഉണ്ട്. എല്ലാം വലിച്ചു വാരി എൻ്റെ കയ്യിൽ മുറുക്കണമെന്നുള്ള ആഗ്രഹം എനിക്കിപ്പോഴും ഇല്ല. പുതിയ തലമുറയിലുള്ള ആൾക്കാർ നല്ലവണ്ണം പഠിക്കുക. ഇതിനെപ്പറ്റി ഒരു ഡബ്ബിങ് സ്കൂളൊക്കെ ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. സ്കൂളിൽ പഠിച്ചുകൊണ്ടായില്ല, പക്ഷേ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും പരിശ്രമങ്ങളും അധ്വാനവും ഇതിൻ്റെ പിന്നിലുണ്ട്. അതിനു വേണ്ടി ശ്രമിക്കുക. അങ്ങനെയുള്ളവർ മാത്രം ഇതിൽ നിൽക്കുക, അല്ലാത്തവർ ഇതിൽ നിന്ന് പിൻവാങ്ങി പോവുക എന്നുള്ളതാണ് എൻ്റെ ആത്മാർത്ഥമായ ഒരു ഉപദേശം. പണം ഉണ്ടാക്കാൻ പല വിധത്തിൽ സാധിക്കും. ഡബ്ബിങ് പ്രൊഫഷൻ മാത്രമല്ല, എല്ലാ രംഗങ്ങളിലും ഏത് രംഗത്തും നമുക്ക് പണം ഉണ്ടാക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇതുകൊണ്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ, ഇതിൽ കിട്ടുന്ന പണം കൊണ്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിനകത്തൊരു ആത്മാർത്ഥത ഉണ്ടാവണം. ഇപ്പം ഡബ്ബിങ്
ഒരാളുടെ ശബ്ദം നല്ലതാണ് എന്ന് കാണുമ്പോഴത്തേക്കും പറയും, ആരെങ്കിലും കൂട്ടുകാരെയും പറയും, എടാ നിങ്ങൾക്കൊന്ന് ഡബ് ചെയ്തുകൂടെ? അപ്പം വേഗം ഇവർ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വന്നിട്ട് ഡബ്ബിങ്ങിൻ്റെ വല്ല വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ പലരും വിളിച്ചു ചോദിക്കുന്നത് ഡബ്ബിങ്ങിന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞ ശീലമോ അല്ലെങ്കിൽ അത് എന്താണെന്നോ അറിയാനുള്ളത് അല്ല അന്നത്തെ. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ ഇടയ്ക്ക് 3000 പേര് രജിസ്റ്റർ ചെയ്തതായിട്ട് ചില. അതെ അതെ അതെ. ഇപ്പോൾ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഈ 3000 പേരിൽ എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ, ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ 10 20 ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ശരിയായിട്ട് ഈ പ്രൊഫഷനിൽ വരാൻ യോഗ്യത ഉണ്ടാകും. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു അനുഭവം. ഞാൻ സ്റ്റുഡിയോ ഇരിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടി കൊല്ലത്തുനിന്ന് വന്നു കാറിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, പേരൊന്നും ഞാൻ പറയില്ല. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഡബ്ബിങ്ങിന് താല്പര്യമുണ്ടെന്ന്. അപ്പോൾ ഞാൻ നോക്കാം, അത് കയറിയിരിക്കാൻ പറഞ്ഞു. എഞ്ചിനീയർ ഡയലോഗ് കൊടുക്കാൻ പറഞ്ഞു, ഒരു പോർഷൻ ഇട്ടു, ഡബ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ ടീച്ചറാണ്, സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ആരാ പറഞ്ഞത് ഈ ഡബ്ബിങ്ങിന് വരാൻ ഞാൻ ചോദിച്ചു. എൻ്റെ ഒരു ആഗ്രഹമാണ് ഡബ്ബിങ് ചെയ്യുക എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, കൊല്ലത്തുനിന്ന് നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് ഡബ് ചെയ്യുമോ? ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് പൈസ വേണ്ടേ? പൈസ ഇല്ല, പൈസ എനിക്ക് വേണമെന്നില്ല, എനിക്ക് ഡബ് ചെയ്താൽ മതി. ശരി നോക്കാം പറഞ്ഞു. ഞാൻ ഡയലോഗ് കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി എങ്ങനെ പറയാൻ പറ്റും നിങ്ങളിതിന് ആപ്റ്റല്ല എന്ന്. കാരണം അവർ ഈ പുസ്തകം വായിക്കുന്നത് പോലെ സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഡബ് ചെയ്യുന്നത്. ഒരു മോഡുലേഷനും ഇല്ല, ഒരു ഫീലിങ്സും ഇല്ല, ഒരു വികാരവും ഇല്ല, ഒരു ഇതുമില്ലാതെ എവിടെ എന്ത് പറയണമെന്ന് അറിഞ്ഞാൽ അത് തത്തമ്മ പൂച്ച പോലെ എന്തോ വായിച്ച് നോക്കി വായിക്കും. ഇവരെങ്ങനെ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് ഞാൻ കൊണ്ടുവരാൻ പറ്റും? വല്ല ക്രൗഡിലെങ്ങാനും പിടിച്ച് നിർത്താൻ പറ്റും എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാൻ നോക്കില്ല. എനിക്ക് അവരുടെ മുഖത്ത് നോക്കി പറയാൻ വിഷമമുണ്ട്. ഭർത്താവൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയുള്ളൂ. കാരണം പലപ്പോഴും എന്തിനായി വേദനിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു ധാരാളം ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. വേറൊരു ഇത് മറ്റേട് വരുന്നതായിട്ട് ഞാൻ കേട്ടു. ഞാൻ എല്ലാ ഡബ്ബിങ്ങിലും ആദ്യം മുഴുവൻ ലൂപ്പ് സിസ്റ്റത്തിലാണ് ഡബ് ചെയ്തത്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിലേക്ക് കയറി, അത് കഴിഞ്ഞ് പലതും മാറി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്ന് ഇപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി ഞാൻ കേട്ടു. അത് സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏയ് അതായത് ഈ അന്യഭാഷയിൽ നിന്ന് മലയാളത്തിലേക്കും അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ അറിഞ്ഞാത്തവരാണെങ്കിലും ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അയാളുടെ ശബ്ദം തന്നെ മോഡുലേഷൻ. ഒരു പടം അങ്ങനെ ചെയ്തല്ലോ, എനിക്കൊന്ന് സൂര്യയുടെ പടം തോന്നുന്നു. ഒരു പടത്തിൽ അങ്ങനെ ശ്രമിച്ചു. പക്ഷെ അതിനൊരു പരിമിതി ഉണ്ട്. എന്നാലും ആ ഒരു ഫുൾ ക്ലാരിറ്റി കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ വീഡിയോ കാണുന്ന സ്ഥിതിക്ക് ഓഡിയോ എങ്ങനെയും ഉണ്ട്. കാരണം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയൊക്കെ എങ്ങനെയാ എത്ര ഇതിൽ അവർ ചെയ്ത് മാറ്റി ചെയ്യുന്ന സ്ഥിതിക്ക് വോയിസും ചെയ്യാമായിരിക്കും. അപ്പോൾ അതോടുകൂടി ഈ മേഖലയെ മിക്കവാറും ഓരോ കെട്ടേണ്ട സ്ഥിതിയിലേക്ക് അത് തീർച്ചയായിട്ടും ഒരു 10 കൊല്ലത്തിനകത്ത് സിനിമ തന്നെ 10 കൊല്ലത്തിനകത്ത് എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഈ സീരിയലിൻ്റെ പ്രസരം എന്ന് വെച്ചാൽ നമുക്ക് ഒരു എപ്പിസോഡുകൾക്ക് വായിക്കാൻ സമയമില്ല. ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് പോകണം, നാളത്തെ എപ്പിസോഡ് നാളെ പോകണം. ആ അവസ്ഥയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇതൊരു മോണിറ്റർ നോക്കാനോ ഒരു 2 പ്രാവശ്യം ടേക്ക് എടുക്കാനോ ഒരു നമ്മളൊക്കെ അറിയാലോ, ഒരു മോണിറ്റർ, നെക്സ്റ്റ് ഒരു ഫൈനൽ മോണിറ്റർ, ദെൻ ടേക്ക് അല്ലേ, ആ ടേക്ക് ഓക്കെ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് ടേക്ക്, അങ്ങനൊന്നും പോകുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് വന്ന് കയറി എടുക്കുക ടേക്ക് എടുത്ത് പോകുന്ന ഒരു നമ്മുടെ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആ ടേക്ക് എന്ന് പറഞ്ഞാൽ കയറുന്നത് ഒരു മെക്കാനിക്കലിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ആ മെക്കാനിക്കൽ നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞ ആദ്യത്തെ ക്യാമറയും ഇന്നത്തെ ക്യാമറയും നമ്മൾ വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ എല്ലാം മാറിയല്ലോ. ഞാനതിന് ഉദാഹരണം ഇപ്പോൾ MT സാറിൻ്റെ ഒരു കാര്യം പറയാം. MT സാറിൻ്റെ ഒരു പടം അദ്ദേഹത്തിൻ്റെ റൈസിൽ ഞാൻ അദ്ദേഹം പറഞ്ഞു തന്ന് ഞാൻ ചെയ്യുന്നൊരു പടം ഉണ്ടായിരുന്നു. കാടിൻ്റെ മക്കളുണ്ടായിരുന്നു. കാടിൻ്റെ മക്കൾ 2 കുരങ്ങന്മാരാണ്. ഗൗരി എന്ന് പറയുന്ന ആൺകുരങ്ങും പെൺകുരങ്ങും ശങ്കർ എന്ന് പറയുന്ന ആൺകുരങ്ങും. അമ്പിളിയാണ് പെൺകുരങ്ങ്. ശങ്കറിന് ഞാനുമാണ് ഡബ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കടല വായിക്കാത്തിട്ടിരിക്കുകയാണ് കുരങ്ങിൻ്റെ വായിൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണിക്കുമ്പോൾ അതിനനുസരിച്ച് വേണം, ലിപ്പ് അനുസരിച്ച് വേണം നമ്മൾ ഡബ് ചെയ്യാൻ. അപ്പോൾ MT സാർ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എങ്ങനെ അത് കറക്റ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാർ ഞാൻ സാറിൻ്റെ ഡയലോഗ് തിരുത്താനൊന്നും അർഹനല്ല, ഒരു കാര്യവും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സാർ എഴുതി വെച്ചിരിക്കുന്ന ഈ ഡയലോഗ് ഒരിക്കലും ആ കുരങ്ങിൻ്റെ വാക്കകത്ത് കാണിക്കുന്നത് സിങ്കാവില്ല. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊന്ന് അതിൽ കൈവയ്ക്കട്ടോ എന്ന് ചോദിച്ചു. പക്ഷെ കൈവയ്ക്കാം, പക്ഷെ എൻ്റെ അർത്ഥം മാറാൻ പാടില്ല. അപ്പോൾ ഞാൻ 1-2 സാധനം വച്ചിട്ട് സിങ്ക് ചെയ്ത് പറഞ്ഞു. സാർ ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ചോദിക്കുന്നത് ജ്ഞാനപീഠ കിട്ടിയ ആളോടാണ് ഞാനീ സംസാരിക്കുന്നത്.
പേടിച്ചാണ് ഞാൻ ചോദിച്ചത്. അവൻ പറയും നോക്കട്ടെ സാർ, ബാക്കി ഡയലോഗ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വായടഞ്ഞിരിക്കുമ്പോൾ ഡയലോഗ് വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. എനിക്ക് അനുവാദം തന്നു. അങ്ങനെ നമ്മൾ സാറിൻ്റെ ഡയലോഗ് പോലും സാറിൻ്റെ അനുമതിയോടുകൂടി മാറ്റിയിട്ടുണ്ട്. കുരങ്ങിന് മനസ്സിലായില്ലേ, കുരങ്ങിന് ഡബ് ചെയ്തു ഞാൻ. അപ്പോൾ അന്ന് ചെയ്തു. ആ പടം ഗാന്ധിമതി ഫിലിംസ് എടുക്കുകയുണ്ടായി. ഭയങ്കരമായിട്ട് ഓടുകയും ചെയ്തു. കാർട്ടൂണല്ല, ഒറിജിനൽ കുരങ്ങാണ്. ഒറിജിനൽ കുരങ്ങും ആണും പെണ്ണും കുരങ്ങാണ്. ഒരു ലവ് മാത്രമല്ല, കുരങ്ങിനും മൃഗങ്ങൾക്കും ഡബ് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് MT സാറിൻ്റെ സ്ക്രിപ്റ്റിൽ. അപ്പോൾ അദ്ദേഹം ഈ ഇടയ്ക്ക് മരിച്ചു പോയല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. സാറിൻ്റെ വളരെ ഞങ്ങൾ ഏകദേശം ഒരാഴ്ചയോളം ഒരുമിച്ചുണ്ടായിരുന്നു. 71 തിയേറ്ററിലായിരുന്നു ഡബ് ചെയ്തത്, പ്രസാദിൽ. അപ്പോൾ അവിടെ വെച്ച് ഒരാഴ്ചയോളം സാറുമായിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വേറെ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഡബ്ബിങ്ങിൻ്റെ എല്ലാ വേറൊരു കാര്യവും ചോദിക്കാറില്ല. അതിനുള്ള അറിവേ എനിക്കുള്ളൂ. ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിച്ചെനിക്ക് പരിജ്ഞാനവുമില്ല. അപ്പം അദ്ദേഹമായിട്ട് ആ ഒരാഴ്ച കഴിഞ്ഞത് എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ. ഹരിയേട്ടൻ്റെ ജീവിതത്തിൽ ഹരിയേട്ടൻ ഒരുപാട് സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഉണ്ട്. എണ്ണമറ്റ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഹരിയേട്ടനെ വേദനിപ്പിച്ച ഏതെങ്കിലും സംവിധായകരുണ്ടോ? വേദനിപ്പിച്ച സംവിധായകരില്ല. കാരണം കഴിയുന്നതും ഈ മെയിൻ ഫിലിം ഡബ്ബിങ് സമയത്ത് ഈ അസോസിയേറ്റഡ് ഡയറക്ടേഴ്സാണ് കൂടുതലും ഉണ്ടാവുക. മെയിൻ ഡയറക്ടേഴ്സ് ഇപ്പോൾ IB ശശിയെ പോലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ജോഷി സാറിനെ പോലുള്ള ആൾക്കാരോ ഈ ഡബ്ബിങ്ങിന് വരുന്നത് ഞാൻ കാണാറില്ല. പിന്നെ വരുന്നത് ബാലചന്ദ്രമേനോനെ പോലുള്ള ആൾക്കാർ, ഫാസിൽ, പിന്നെ ഇങ്ങനെയുള്ള 1-2 ആൾക്കാരാണ് ഈ ഡബ്ബിങ്, വിശ്വംഭരൻ, ഇങ്ങനെയുള്ള ഡബ്ബിങ് സമയത്ത് വന്നിരിക്കാറുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം അസോസിയേറ്റ് ഡയറക്ടേഴ്സാണ്. പിന്നീട് കേട്ട് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, കറക്ഷൻ ഉണ്ടെങ്കിൽ പറയുന്നുള്ളതല്ലായില്ല. അപ്പോൾ ആ വേദനിപ്പിച്ച സംഭവങ്ങളൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കുണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഡബ്ബി. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനേക്കാൾ അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതാണ് ഞാൻ വിളമ്പാറുള്ളത്. അപ്പോൾ ഒരിക്കലും എനിക്ക് ഇപ്പം ഞാൻ ഫാസ്റ്റ് സാറിൻ്റെ പടം ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ട് സാർ എങ്ങനെയാണ് ഡയലോഗ് ഇങ്ങനെ പറയണം എന്നുള്ളത് സാറിന് പറഞ്ഞു തന്നാൽ ഞാൻ ചെയ്യാം എന്നേ പറയുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് മതിയോന്ന് ഞാൻ ചോദിക്കാറില്ല. സാർ ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് സാറിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുകെട്ടും അതൊക്കെ ഡബ് ചെയ്യുമ്പോൾ ഞാൻ ഫാസ്റ്റ് സാറിനോട് ചോദിച്ചാൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇന്ന് പോലെ ചെയ്താൽ മതി, ഞാൻ പറയുന്നതിന് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ പറയണം എന്ന്. വേണ്ട അങ്ങനെ. അപ്പോൾ ചിദംബരം എന്നുള്ള പടം, നമ്മുടെ അരവിന്ദൻ സാറിൻ്റെ പടം ഞാൻ ഡബ് ചെയ്തു. പോക്ക് വെയിൽ ഇതൊക്കെ ഞാൻ ഡബ് ചെയ്തു. അപ്പോൾ പുള്ളി വളരെ സൗമ്യനായിട്ട് അവൻ സംസാരിക്കുന്നു. അത്രയും വേണ്ട, അത്രയും ശബ്ദം ഉയർത്തണ്ട, നാച്ചുറലായിട്ട് മതി. ആ ബ്രീത്തൊക്കെ വേണം, ആ ശ്വാസമൊക്കെ വേണം, ആ ഓടി വരുന്നതിൻ്റെ ആ ശ്വാസമൊക്കെ വേണം. വളരെ ലൈറ്റായിട്ട് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ ഒരിക്കലും എനിക്ക് മറക്കാനൊക്കില്ല. എൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി വീട്ടിൽ വന്നവരാണ്. ഞാൻ ഒരു ബിരിയമ്പാട്ട് താമസിക്കുമ്പോൾ ഒരു 5-6 പേര് വീട്ടിൽ കൊണ്ട് വരും. നോക്കിയപ്പോൾ ഡയറക്ടർ അരവിന്ദൻ സാറ്, ഷാജിയും കരീം സാറ് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അല്ല, താങ്കളുടെ ശബ്ദം കേൾക്കാൻ വന്നതാണ്. ശബ്ദം കേൾക്കാനായിട്ട് വീട്ടിൽ വരുമോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അങ്ങനെ അവർ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ചിദംബരം ഇതൊക്കെ ഞാൻ ഡബ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഇത് ചെയ്യുന്നു. എനിക്ക് ആരും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. വേണ്ട, അത് പോട്ടെ. ഇപ്പം ഇത്രയും സംവിധാനം ഉണ്ടല്ലോ, ഹരിയേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംവിധാനം. ഇപ്പം എനിക്ക് ബാലേന്ദ്രമേനോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചില ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി തരിക. സത്യനന്ദിക്കാട്, അങ്ങനെ ഹരിയേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംവിധാനം ആരായിരിക്കും? അല്ല, ബാലേന്ദ്രമേനോൻ സാർ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പടം മണിയമ്പിള്ള, ആശവാ മണിയമ്പിള്ള എന്ന പടത്തിൽ മണിയമ്പിള്ളയ്ക്ക് ഡബ് ചെയ്തത് ഞാനാണ്. അപ്പോൾ അദ്ദേഹം വന്ന് 2 പ്രാവശ്യം കേട്ടപ്പോൾ പറഞ്ഞ് ഇന്നാണ് കൊള്ളാം, അത് നമുക്കൊരു ട്രിവാൻഡ്രം സ്ലാങ്ങിൽ വേണം കേട്ടോ, ഹരി ബേസൊന്നും ഇല്ലാതെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എന്നോടുള്ള സ്നേഹം തോന്നിയിട്ട് അടുത്ത പടത്തിൽ എന്നെ അഭിനയിക്കാൻ വിളിക്കുകയുണ്ടായി. നിങ്ങൾ ഡബ്ബിങ്ങിൽ ഇരിക്കേണ്ട ആളല്ല, അഭിനയിക്കേണ്ട ആളാണെന്ന് പറഞ്ഞ് എന്നെ അഭിനയിപ്പിച്ചു. അതൊന്നും എനിക്ക് മറക്കാനൊക്കില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ ഡബ് ചെയ്യുന്ന ഒരു ഇതാണ്. അതുപോലെ ഫാസിൽ സാറ് എനിക്ക് മറക്കാനൊക്കില്ല. പിന്നെ എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുള്ളത് മോഡുലേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള രാജസേനൻ, അവരും വളരെയധികം പിന്നെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ ഒരു കംഫർട്ട് സോണിൽ വെച്ചിട്ട് നല്ലൊരു അന്തരീക്ഷത്തിൽ നിർത്തി
ഡബ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ കഴിയുക. തീർച്ചയായും. നമ്മളോട് കൂടുതലായിട്ട് നമ്മളോട് ടോർച്ചർ ചെയ്തുകൊണ്ടോ അപ്പോൾ ഇവർ ആഡ് ഫിലിം ചെയ്യാൻ പോയാൽ ഒരു മൂളിൽ തന്നെ 10-15 പ്രാവശ്യമൊക്കെ ചെയ്യിപ്പിക്കും. എന്നാലും ആദ്യത്തെ മൂളിലായിരിക്കും ഓക്കെ ഓക്കെ ആകുന്നു. അതുപോലെ തന്നെ ഏത് ഡയറക്ടർ ആണെങ്കിലും നമുക്കൊരു നല്ലൊരു പീസ്ഫുൾ ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് നമ്മളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആപ്പാടെ ഫ്രസ്ട്രേറ്റഡ് ആവും. ഞാനിപ്പോഴും ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഞാൻ ശ്രദ്ധിക്കാറുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഡബ്ബിങ്ങിലിരിക്കുന്ന ആരായാലും പുതുതായിട്ട് വന്നാലും അവർക്കൊരു സന്തോഷമായിട്ട് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ രീതിയിലാണ് നമ്മൾ. അതെ, അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ അവർ ഡബ് ചെയ്യിപ്പിച്ചാൽ ശരിയാകും. വന്നു കയറിയുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തിയാൽ ഉള്ളതും കൂടെ പോയി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളതല്ല, പക്ഷെ കുറച്ച് കഴിവുണ്ടായിരിക്കണം എന്നുള്ളത് സംശയമായിട്ടൊരു കാര്യമാണ്. കുറച്ചെങ്കിലും കഴിവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഒന്നുമില്ല, ബ്ലാങ്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെയൊന്നും നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാവില്ല. ശബ്ദം മാത്രം പോരാ, അതെങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായില്ലേ? അത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഡബിങ്ങിന് ആവശ്യമാണ്. എന്തായാലും ഇത്രയും നേരം ഹരിയേട്ടൻ നമ്മളോട് മീഡിയ ഭാരതവുമായിട്ട് സംസാരിച്ച് നമ്മുടെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ പങ്കുവച്ചു. എല്ലാവർക്കും അതൊരു പുതിയ വരുന്ന ആൾക്കാർക്കും ഒരു നല്ലൊരു പാഠമായിരിക്കും. എന്തായാലും വീണ്ടും കാണണം ഹരിയേട്ട. നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് ഹരിയേട്ട. അയ്യോ, വളരെ നന്ദി. എല്ലാവർക്കും എൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. നന്ദി.